ദുബായ് ജീവിതം എങ്ങനെ പോകുന്നു? ദുബായ് ജീവിതം അടിപൊളിയാണ്. ദുബായ് ആണ് ഇഷ്ടം, നാടാണ് ഇഷ്ടം? അത് നാടിനെയാണ് ഇഷ്ടം, എന്നാലും ദുബായ് ഇഷ്ടമാണ്. ദുബായ് നമുക്ക് ഏൺ ചെയ്യാനൊക്കെ ഏറ്റവും ബെറ്റർ ദുബായ് ആണ്. മീൻസ് നാട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഒരു മുസ്ലിം പെൺകുട്ടി എന്ന നിലയിൽ കുറെ കടമ്പകൾ കടന്നാണ് വന്നത് അല്ലെ? അതെ. ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു. ദുബായിൽ ഒറ്റപ്പെട്ട ജീവിതം അല്ലെ? എനിക്കൊന്ന് കല്യാണം കഴിച്ചിരുന്നു, ഡിവേഴ്സായി. ഡിവേഴ്സ്ഡ് അല്ല, എന്റെ വലിയ സ്റ്റോറിയാ. ആ സ്റ്റോറി പറഞ്ഞാൽ 10 എപ്പിസോഡ് കൊണ്ടുവരുമോ അതോ? ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. എന്റെ കല്യാണം കഴിഞ്ഞത് 2016 ഞാൻ MSc ബയോകെമിസ്ട്രി കഴിഞ്ഞതാണ്. അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ MSc കഴിഞ്ഞപ്പോഴാണ് കല്യാണം കഴിഞ്ഞത്. അപ്പൊ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് അടിപൊളിയായിട്ട് പോകുമ്പോൾ ഒരു 2018 ഫസ്റ്റ് ബേബീനെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ബേബിക്ക് ഒരു 3 month ആയപ്പോൾ ഹസ്ബൻഡിനെ ഖത്തർ എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. നാർക്കോട്ടിക് സെക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. 10 വർഷത്തേക്ക് തടവും പിന്നെ 6 lakhs റിയാലും അങ്ങനെ വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. ആ ടൈമില് എനിക്ക് വേറെ പ്രപ്പോസൽ വന്നു. അങ്ങനെ ഫസ്ക് ചൊല്ലി നമ്മളെ മതത്തില് മുസ്ലിങ്ങൾക്ക് അങ്ങോട്ട് ഒഴിവാക്കാം, ജയിലിലായി കഴിഞ്ഞാല് അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനത്തെ നിയമം. തലാഖല്ല, ഫസ്ക്, പെണ്ണ് അങ്ങോട്ട് ഒഴിവാക്കാം. അങ്ങോട്ട് ഒഴിവാക്കാം. അങ്ങനെയാണ് അതിന്റെ ഇസ്ലാം മതത്തിലുള്ള നിയമം. ഇതൊക്കെ എങ്ങനെ, ആരാ പഠിപ്പിച്ചെന്ന്? ഇത് നാട്ടിലത്തെ അവരൊക്കെ പറഞ്ഞു അങ്ങോട്ട് ഒഴിവാക്കിക്കോ. മീൻസ് എന്തായാലും ഇപ്പൊ അടുത്തൊന്നും ഇറങ്ങില്ല, ഈ ചെറിയ കുട്ടിയല്ല, അന്ന് 22 വയസ്സിലുള്ളൂ. പിന്നെ ചെറിയ ബേബിയല്ലേ, ഭാവിയിൽ ആരാ നോക്കുക, നീ പെട്ടെന്ന് വേറെ കല്യാണം. അപ്പൊ ആ സമയത്ത് അത്യാവശ്യം നല്ല പ്രപ്പോസലെല്ലാം വന്ന് അങ്ങനെ വന്നതില് എന്താ പറയണ്ട, രണ്ടാമത് വീണ്ടും വേറെ കല്യാണം കഴിപ്പിച്ചു. ആദ്യ ഭർത്താവ് ഇപ്പോഴും ജയിലിലാണോ? അതെ, ജയിലാണ്. അതിന് മോചനമൊന്നും കിട്ടുന്ന നാർക്കോട്ടിക് സെക്ഷൻ ആണ്. അവരുടെ വീട്ടുകാർ അങ്ങനെ അല്ല, അങ്ങോട്ട് നോക്കിയാൽ എനിക്കറിയില്ല, അതിന്റെ നിയമങ്ങൾ അറിയില്ല, ഇവിടുത്തെ നിയമങ്ങൾ അറിയില്ല. അങ്ങനെ എന്തോ വേണം. വലിയ ബിസിനസ്സുകാരനായിരുന്നു മയക്കുമരുന്നിന്റെ. അല്ലല്ല, അയാള് എന്തോ ട്രാപ്പിൽ പെട്ടതാണ്. ആ സത്യം അറിയാമായിരുന്നല്ലോ അല്ലെ, ട്രാപ്പിൽ പെട്ടാന്ന്. അയാള് നല്ല വ്യക്തിയാണ്. അപ്പം ആ ട്രാപ്പിൽ പെട്ടാണ്, നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് മനസ്സുകൊണ്ട് ഉപേക്ഷിക്കാൻ തയ്യാറായി? ഞാൻ ഉപേക്ഷിച്ചില്ല, വീട്ടുകാരൊക്കെ ഫോഴ്സ് ചെയ്തിട്ട്. അല്ല, വീട്ടുകാർ പലതും പറയും, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പോഴും എന്നോട് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ്, അദ്ദേഹം നല്ല മനുഷ്യനാണ്, ട്രാപ്പിലോട്ട്. അത് നമ്മളല്ലേ സ്വയം തീരുമാനിക്കുക, എനിക്ക് അയാളുടെ കൂടെ തന്നെ ജീവിക്കണം. അതെ, പക്ഷെങ്കില് അന്ന് ഞാൻ ഇത്ര ബോൾഡ് അല്ല, ഇന്ന് ഭയങ്കര ബോൾഡ് എന്നല്ല പറയുന്നത്. പക്ഷെ അന്ന് നമുക്ക് നമ്മളെ പാരന്റ്സ് അവർ പറയുന്നതെന്ന് വെച്ചാല്, ഇന്ന് നിന്റെ ചെറിയ ഏജ് ആണ്, അയാൾ 10 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ, പിന്നെ ചെറിയ ബേബിയാണ്, 3 മാസമുള്ള ബേബിനെ പ്രസവിച്ച ഉടനെ ആയിരുന്നു സംഭവം നടന്നത്. അപ്പോ നീ അങ്ങനെ അവനെ വിചാരിച്ചിരിക്കുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് ഇതാക്കാൻ പറ്റില്ല, നീ എന്തായാലും അവനെ ഒഴിവാക്കണം, എന്നിട്ട് വേറെ കല്യാണം കഴിക്കണം, എന്താ പറയണ്ടേ, ഞങ്ങളൊക്കെ ഒരു കാലം വരെ ഉണ്ടാവും പാരന്റ്സ്, ഞങ്ങൾക്കൊക്കെ എന്താ പറ്റുക, നിന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല, നീ ഒറ്റപ്പെട്ടു, നീ ഒരു ചെറിയ മോളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് മീൻസ് അത് എന്താ പറയാ, അവര് അത്രയും കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ചെയ്ത തെറ്റാണ്, അതിനോ എനിക്കറിയാം, ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു. മനസ്സിൽ ഇപ്പോഴും അദ്ദേഹത്തോടുള്ള ഇഷ്ടം? ഇഷ്ടമുണ്ട്, നല്ല വ്യക്തിയാണ്. ഇനി ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ നേരിട്ട് കാണുമോ? അല്ല, അതൊന്നും എനിക്കറിയില്ല. അല്ല, ഇനി നമുക്ക് ഇപ്പൊ നേരത്തെ അന്ന് നമ്മൾ അത്രയും പ്രായം കൊണ്ട് പക്വതയില്ലായിരുന്നു, ഇപ്പൊ പക്വത ഉണ്ടായി, എനിക്ക് കാണണം എന്ന് സ്വയം തീരുമാനിക്കണം. ഇപ്പോഴും അയാള് മോളെ വിളിക്കാറുണ്ട് ജയിലിൽ നിന്ന്, നേനുസിനെ വിളിക്കാറുണ്ട്. നേനു ഇപ്പൊ LKG പഠിക്കുക, ചെറിയ മോളാണ്, 4.5 വയസ്സായി. സംസാരിക്കില്ല? സംസാരിക്കാറുണ്ട്, ജയിലിൽ നിന്ന് വിളിക്കുമ്പോൾ സംസാരിക്കും. മനസ്സുകൊണ്ട് ഇപ്പോഴും ഇഷ്ടം അദ്ദേഹത്തിന്റെ അടുത്ത്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ജാഫറിനെയാണ് ഇഷ്ടം അല്ലെ? അല്ല, ഇഷ്ടമാണ് എന്റെ അടുത്ത്, അങ്ങനെ എന്താ പറയാ, ഇഷ്ടക്കുറവൊന്നും ഇല്ല എനിക്ക്. ഞാൻ അതുകൊണ്ട് ചോദിച്ചു, ഇനി ജയിലിൽ നിന്ന് ഇറങ്ങിയാലും നമുക്ക് കാണാൻ ഏറ്റവും താല്പര്യം ഉണ്ടാവില്ലേ? അതിന് വീട്ടുകാരുടെ അനുമതി വേണം. നമുക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാൻ ഇപ്പൊ കഴിയുന്നുണ്ട്, സ്വന്തം കാലിൽ നിൽക്കുന്നു, നമ്മൾ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു, സ്വന്തമായി പല ജോലികളും ചെയ്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അല്ലെ, ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. പിന്നെ എന്തുകൊണ്ട് നമുക്കൊരു തീരുമാനം, എനിക്ക് എന്റെ ഹസ്ബൻഡ് ജയിലിൽ നിന്ന് എന്റെ മനസ്സുകൊണ്ട് ഇഷ്ടമുള്ള ആളാണ്, എനിക്ക് കാണണമെന്നൊരു ആഗ്രഹം എന്തുകൊണ്ട് പ്രകടിപ്പിക്കുന്നില്ല? അല്ല, പ്രകടിപ്പിക്കാനിട്ടല്ല, എന്തായാലും കാണുമല്ലോ. മീൻസ് അല്ല, തുറന്നു പറഞ്ഞില്ല എന്നോട്, കാണുമെന്ന് പറഞ്ഞില്ല, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു, അത് കാണുമെന്നാണ് എന്റെ പേര്. അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ എന്താ, മേ ബി ഇൻഷാ അല്ലാഹ് കാണുമായിരിക്കും. ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മൾ പറയണം, കാരണം നമുക്ക് ജീവിച്ചിരിക്കോ മരിക്കോ അതല്ല പറഞ്ഞു. അപ്പൊ നമ്മൾ കാണും. ആക്ച്വലി ഞാനിപ്പോ വേറെ ആളുടെ വൈഫാണ്, ഡിവോഴ്സ്ഡ് അല്ല, ഞാൻ രണ്ടാമത് വേറെ കല്യാണം കഴിച്ചു. അതെനിക്കറിയാം, അതിലേക്ക് വരുന്നുള്ളൂ. ആദ്യ വിവാഹത്തിലെ ആളെ നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ എന്നോട് പറഞ്ഞ രീതിക്ക് അദ്ദേഹത്തിനുള്ള ഇഷ്ടവും അദ്ദേഹത്തെ ഒരു ട്രാപ്പിൽ പെടുത്തിയതാണെന്ന് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ വീട്ടുകാരുടെ നിർബന്ധത്തിൽ വഴങ്ങി നമ്മൾ വേണ്ടാന്ന് വെച്ച ഒരു വ്യക്തിയാണ്. രണ്ടാമത്തെ വിവാഹം ചെയ്തു അല്ലെ? അദ്ദേഹത്തിന് എന്താണ് ബിസിനസ്? അവര് റിവോളിയില് വർക്ക് ചെയ്യാ. അത് ആര്, വീട്ടുകാര് സെലക്ട് ചെയ്ത് തന്ന കല്യാണമാണോ? അല്ല, അവരെ പ്രപ്പോസൽ വന്നതായിരുന്നു. മീൻസ് നല്ല ലവ് മാരേജ് ആണോ അതോ അറേഞ്ച്ഡ് ആണോ? അങ്ങനെ ലവ് മാരേജ് അല്ല, അവരെ പ്രപ്പോസൽ വന്നു, നല്ല ഫാമിലി ആണ്,
അങ്ങനെ ബഹ്റൈനിലാണ് അവരെല്ലാരും. ഞാൻ ബഹ്റൈനിലേക്ക് കല്യാണം കഴിച്ചു. ഇപ്പൊ എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ള ജീവിതമല്ല മുന്നോട്ട് പോകുന്നത്, അതോ അതും ഞങ്ങള് സെപ്പറേറ്റഡ് ആണ്. എന്താണ് അവിടെ എന്താണ് ഒരെണ്ണം കഴിഞ്ഞ് അത് ആളുകളുടെ മുമ്പിൽ ചോദിച്ചിട്ടാണ് അല്ലെ? ആളുകൾ അത് താങ്കളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമാണ്. ആളുകൾ മുമ്പ് ചോദ്യം, ഈ പെൺകുട്ടി ഒരു കല്യാണം കഴിഞ്ഞു. ഞാൻ ആക്ച്വലി ഇവിടെ ഇപ്പൊ ദുബായില് എല്ലാരും കൂടി എന്നെ 10 കല്യാണമൊക്കെ കഴിപ്പിച്ചു. കാരണം ഞാൻ ആക്ച്വലി 2 കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ പുറത്ത് ഗോസിപ്പൊക്കെ ഇങ്ങനെ വരും. ഞാനിപ്പോ ഒരാളെ കൂടെ ഫോട്ടോ ഇട്ട് അതെന്റെ കമന്റ് വരും, ഇത് 4ാമത്തെ ഹസ്ബൻഡ് ആണോ 3ാമത്തെ ഹസ്ബൻഡ് ആണോ, അങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരിക. പിന്നെ എന്താ പറയാ, ഇവരൊക്കെ കൂടിയിട്ട് ടിക്ടോക്ക് ഇങ്ങനെ ഇവരൊക്കെ കൂടിയിട്ട് കുറെ കല്യാണം കഴിച്ച രീതിയിലൊക്കെ കമന്റ് ഉണ്ടാവും. മീൻസ് ആകെ ഞാൻ 2 കല്യാണം കഴിച്ചുള്ളൂ. ആദ്യത്തെ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ആളുടെ ഡ്രഗ്സ് കേസിൽ അറസ്റ്റ് ആയതുകൊണ്ട് എന്തായാലും വീട്ടുകാർ നിർബന്ധത്തിൽ കല്യാണം അതിൽ നിന്ന് പിന്മാറി. ഇപ്പോഴും മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ട്. 2ാമത്തെ കല്യാണം വീട്ടുകാരെല്ലാരും ആലോചിച്ച് ഖത്തറിലുള്ള ഒരാളുമായിട്ട് വിവാഹം ചെയ്യുന്നു. അതിൽ നിന്നും വേർപെട്ടു. അതിനെന്താണ് കാരണം? ഖത്തറിലല്ല, 2ാമത്തെ ബഹ്റൈനിലാണ്. സോറി, മറ്റാണ്. എന്തുകൊണ്ടാണ് അതിൽ നിന്ന് മാറാനുള്ള കാരണം? അത് ഇവിടെ പറയണ ഇന്റർവ്യൂല് പേഴ്സണലാണെങ്കിൽ പറയണ്ട കേട്ടോ, ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയമാണ് ഈ പറയുക. ഞാൻ ഉള്ളിലേക്ക് ഇറങ്ങി മന്തി എടുത്തു പറയാം. നല്ല ഇഷ്ടത്തിൽ തന്നെ പോയതായിരുന്നു ആളെ. പിന്നെ കുറച്ച് വേറെ ലേഡീസ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ പിടിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ ബഹ്റൈനിൽ നാട്ടിലോട്ടേക്ക് വന്നു. പുള്ളിയുടെ കയ്യിൽ നിന്നുണ്ടായ തെറ്റ് നമ്മൾ നേരിട്ട് ഫോട്ടോസും വീഡിയോസും കണ്ടുകൊണ്ട് നമ്മളെ ചതിക്കുന്ന പോലെ ഉള്ള ഒരു വ്യക്തി. ഞാൻ 2ാമത്തെ ആളെ ജെന്യൂൻ ആയിട്ട് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. നല്ല ഇഷ്ടത്തിൽ തന്നെ മുമ്പോട്ട്. ജീവിതത്തിൽ ഭയങ്കര ചതി കിട്ടുന്നു അല്ലെ? അതെ, അല്ല മാരേജ് ലൈഫ് മാത്രം എന്റെ ലൈഫിൽ എന്താ പറയാ ഫ്ലോപ്പ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയാണ്. കാരണം ഞാൻ PG വരെ പഠിച്ചത്, മീൻസ് PG വരെ എന്നെ വീട്ടുകാർ വളർത്തിയെന്ന് വെച്ചാൽ ഞാൻ ഒരു മോളാണ്, എനിക്ക് 2 ബ്രദേഴ്സ് ആണ്. പക്ഷെ സങ്കടം എന്താ ഞാൻ അറിഞ്ഞിട്ടില്ല. മീൻസ് എനിക്ക് ഞാൻ പറയുന്നില്ല വാങ്ങിച്ചു തരും, അത്ര എന്നെ ഇഷ്ടത്തിലാണ്. പേരൻസ് ആണെങ്കിലും ഞാൻ ജനിച്ചു വളർന്ന നല്ലൊരു ഫാമിലി ഇതാണ്. അപ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ നല്ല ഇതായിട്ട് നല്ല സ്നേഹത്തിൽ വളർന്ന് അങ്ങനെ നിന്നത്. പക്ഷെ ആഫ്റ്റർ മാരേജ് ലൈഫ് ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ മാരേജ് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ, പിന്നെ 2ാമത്തെ ഇത് വന്നപ്പോൾ കുറച്ച് സങ്കടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഓക്കെ, ഹാപ്പിയാണ്. സിംഗിൾ മോം, സിംഗിൾ ആയിട്ട് ജീവിക്കുമ്പോഴാണോ ഹാപ്പി ആയത്? ഇപ്പൊ ഒന്നും ഇതാണ് അടിപൊളി ലൈഫ്. ഇപ്പൊ ടെൻഷൻസ് ഒന്നും ഇല്ല. നമുക്കൊരു കൂട്ടാളി വേണ്ടേ? നമ്മള് എല്ലാവരും പ്രായമാവും അല്ലെ? നമുക്കൊരാള് വേണ്ട. എന്നും വാപ്പയുടെ ഉമ്മയുടെ തണലിൽ ജീവിക്കാൻ പറ്റില്ല. ഇല്ല, ഇപ്പൊ ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് പ്രൗഡ്, അത്യാവശ്യം ഞാൻ ഏൺ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. ഇപ്പൊ സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് എന്റെ മക്കളെ നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്റെ ഹസ്ബൻഡൊന്നും എന്റെ മക്കളെ കാര്യം നോക്കില്ല. ആദ്യത്തെ ഹസ്ബൻഡ് ജയിലായതുകൊണ്ട് അവർക്ക് നോക്കാൻ പറ്റില്ല. മീൻസ് 2ാമത്തെ ഹസ്ബൻഡ് ആണ് ഇന്നുവരെ കുട്ടീനെ കണ്ടിട്ടില്ല. 2 കുട്ടികളുണ്ട്, 2 കുട്ടികളുണ്ട്. 2ാമത്തെ ഹസ്ബൻഡ് ഇന്നുവരെ കുട്ടീനെ കണ്ടിട്ട് പോലും ഇല്ല. മോൾക്ക് 3 വയസ്സായി കഴിഞ്ഞ വീക്ക്. കാണണമെന്ന് പോലും തോന്നിയിട്ടില്ല. ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ലേ കാണാൻ വരാത്തത്? ഇല്ല, ഇതുവരെ ഒന്നുമില്ല. ആദ്യത്തെ ഹസ്ബൻഡാണ് വിളിക്കുന്നത്. ആദ്യത്തെ ഹസ്ബൻഡ് മോളെ വിളിക്കാറുണ്ട്. സത്യസന്ധമായ സ്നേഹം അദ്ദേഹത്തിനാണ് ഉണ്ടായിരുന്നതെന്ന് ഇപ്പൊ വിശ്വസിക്കുന്നു. അങ്ങനെ നമുക്ക് തോന്നും. എന്തായാലും ഒരു സ്വന്തം കുട്ടീനെ, ഓക്കെ, ഞാനും ഹസ്ബൻഡ് തമ്മില് ഹസ്ബൻഡ് ഇഷ്യൂ കാരണമാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. എന്റെ ഈ ഫോണിൽ ഇപ്പോഴും പ്രൂഫ് എല്ലാം ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പം എന്നിട്ട് പോലും അവര് ആ മോളെ പ്രഗ്നന്റ് ആയ ടൈമിലാണ് ഈ ഒരു ഇഷ്യൂ നടക്കുന്നത്. എന്നിട്ട് ആ കുട്ടീനെ ഇന്നൊരാൾ കണ്ടിട്ടില്ല. അത് എനിക്ക് തോന്നുന്നില്ല നല്ലൊരു ഫാദറിന് ഒരിക്കലും സ്വന്തം കുട്ടീനെ കാണാണ്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിയമപരമായിട്ട് വേർപെട്ടോ? ഇല്ല, സെപ്പറേറ്റഡ്. ഒന്നും നിയമപരമായിട്ടൊന്നും അല്ല, അത് നിയമപരമായിട്ട് വേണ്ടേ? നമുക്ക് നമ്മുടെ ഭാവിയിൽ അത്രയും ഒരു കാര്യത്തിലേക്ക് പോകണ്ട. നമ്മൾ ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യം നമ്മൾ മതപ്രകാരമാണെങ്കിൽ നമുക്ക് തലാഖ് എന്നുള്ള കാര്യമുണ്ട്. നാട്ടില് പിന്നെ കുറച്ച് നിൽക്കണം, കോർട്ട് അങ്ങനെ. അതുകൊണ്ട് ഇപ്പൊ ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പോവാ. ഈ 2ാമത്തെ സ്വയം വേണ്ടാന്ന് വെച്ചാണ് വീട്ടുകാർ അതിലും നിർബന്ധിച്ചു? നമ്മൾ തന്നെയാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഇത് കണ്ടപ്പോ എനിക്ക് ഇഷ്ടം പോയി. കാരണം ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. എന്നെ ചതിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്നേഹിക്കാൻ. വീട്ടുകാരോട് പറഞ്ഞു? ഞാനപ്പോ തന്നെ ഞാൻ സൂയിസൈഡ് ഒക്കെ ചെയ്യാൻ നോക്കിയത് ആ ടൈമിൽ. അത് പിടിച്ചപ്പോ. എത്ര വർഷം ആത്മഹത്യ? അങ്ങനല്ല, ആ ടൈമില് സത്യം പറഞ്ഞ കയ്യിന്ന് പോയി. കാരണം ഞാൻ പ്രയാസമായി. അത്രയും ജെന്യൂൻ ആയിട്ട് ഞാൻ ആളെ സ്നേഹിച്ചു. കാരണം 2ാമത്തെ ആളെയൊക്കെ മറന്ന്, അല്ല ആദ്യത്തെ ഹസ്ബൻഡൊക്കെ മറന്ന് 2ാമത്തെ ഹസ്ബൻഡ് ഞാൻ ജെന്യൂൻ ആയിട്ട് അത്രയും ഇഷ്ടപ്പെട്ടതാ. എന്നിട്ട് പോലും ആൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് സിൻസിയർ എല്ലാം തോന്നിയപ്പോ, കാരണം ഞാൻ എന്താ പറയാ, എന്റെ ഹസ്ബൻഡ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അവരവരെ ഹസ്ബൻഡ് നമ്മള് മാത്രമായിരിക്കണം ഭയങ്കര പൊസസീവ് ആയിരിക്കും. ഞാൻ അതുപോലെ തന്നെ ഭയങ്കര പൊസസീവ്. അതെ, ഞാൻ ഒരിക്കലും ഹസ്ബൻഡ് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വേറെ പെൺകുട്ടികളായിട്ടുള്ള റിലേഷൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഫോണിൽ കണ്ടു. പിന്നെ കുറച്ച് എന്താ പറയാ, കുറച്ച് സംഭവങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കുറച്ച്
ഇപ്പൊ പറയാൻ പറ്റില്ല, വളരെ. തീർച്ചയായിട്ടും അത് നമുക്ക് പറയണമെന്നില്ല. ഈ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ട് അത് അപ്പൊ കുട്ടികളുടെ മുഖം നമ്മുടെ ഫ്രണ്ടിൽ വന്നില്ലേ? ഒരു മോളെ ഉണ്ടായിരുന്നു നെയ്നൂസ് ആ ടൈമില്, മറ്റേ മോളെ പ്രഗ്നന്റ് ആയിരുന്നു. നെയ്നു മമ്മി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടായത്. ഒറ്റയ്ക്ക് വീട്ടിൽ വെച്ചാണോ? അവിടെ ബഹ്റൈനിലായിരുന്നു ഞാൻ, ബഹ്റൈനില്. അപ്പൊ മമ്മി എന്ന് പറഞ്ഞപ്പോ എന്തിന് നമ്മളെ വേണ്ടാത്ത ഒരാൾക്ക് വേണ്ടിട്ട് നമ്മള് മരിക്കുന്നത്, നമ്മളെ ഇഷ്ടപ്പെടുന്നത് നമ്മളെ ഉമ്മ ഉപ്പ എന്റെ ഏട്ടൻ അനിയന് എന്റെ കുട്ടി. അപ്പൊ അവർക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു നഷ്ടവും ഇല്ല എന്റെ ഹസ്ബൻഡിന്. കാരണം എന്ന് വെച്ചാല് എന്റെ ഹസ്ബൻഡിന് വേറെ പെണ്ണ് കിട്ടും, ഓക്കെ, അവനക്ക് അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്റെ പാരന്റ്സിനായിക്കോട്ടെ, എന്റെ ഇക്കാക്കായിക്കോട്ടെ, അനിയനായിക്കോട്ടെ, എന്റെ മോൾക്കായിക്കോട്ടെ, അവർക്ക് ഒരിക്കലും എന്നെ പോലെ ഒരു പെങ്ങളോ ഒരു മോളോ അല്ല ഒരു ഉമ്മയോ അവർക്ക് ഒരിക്കലും കിട്ടില്ല. 100% അപ്പൊ അന്നേരം ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്, ഞാൻ മരിച്ചിട്ട് ഒരു കാര്യമില്ല, ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കാം അവനിക്ക്. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് അന്ന് കേക്കിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്. എനിക്ക് മീൻസ് എന്റെ ഉപ്പാനെ ഇനിയും ബുദ്ധിമുട്ടിക്കരുതെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മളെ ഉപ്പമാരെ അത്രയും, എന്റെ ഉപ്പ ഖത്തറിൽ ഇപ്പോഴും വർക്ക് ചെയ്യുക. അപ്പോൾ ചെറിയ പ്രായത്തിലെ എനിക്ക് തോന്നുന്നത് 18 വയസ്സായപ്പോൾ ഉപ്പ ഖത്തറിൽ പോയിട്ട് നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും. ഇന്ന് വരെ നമുക്കൊരു വിഷമം, ഇന്ന് വരെ എനിക്കായിക്കോട്ടെ, എൻ്റെ ഏട്ടന്മാർക്കായിക്കോട്ടെ, അനിയനായിക്കോട്ടെ, എന്ത് പറഞ്ഞാലും വാപ്പ വാങ്ങിച്ചു തരും. അപ്പൊ അത്രയും നല്ല രീതിയിൽ വാപ്പ ട്രീറ്റ് ചെയ്യും. അപ്പൊ ഇനിയും വാപ്പാനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മക്കളെ നല്ല രീതിയിൽ ഒരാളെയും ബുദ്ധിമുട്ടിക്കാണ്ട് നോക്കാം. അങ്ങനെ കേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒരിക്കലും കേക്ക് ഇത്ര സക്സസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ നല്ല രീതിയിൽ സക്സസ് ആയി, ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടി. പിന്നെ ഒരുപാട് ഓർഡേഴ്സ് വരാൻ തുടങ്ങി. 4-5 ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ഡെലിവറി തുടങ്ങി. ലോക്ക്ഡൌണിന്റെ ടൈമിലായിരുന്നു. അപ്പൊ അങ്ങനെ വൈറലായത് കേക്കിന്റെ ഇതില്. അപ്പൊ അത്യാവശ്യം ഏൺ ചെയ്തു, മക്കളൊക്കെ നോക്കാൻ തുടങ്ങി, പിന്നെ ഹാപ്പി ആയി. അല്ല, ഈ കണ്ണ് പറയുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ആളുകളുടെ മുമ്പിലേക്ക് എത്തി നമ്മള്. അല്ല, എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമം. ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമില് ആ ഒരു ഇഷ്യൂ നടന്നില്ല, രണ്ടാമത്തെ ഹസ്ബൻഡ്. അങ്ങനെ പിന്നെ ഇപ്പൊ നമ്മളെ ഫാമിലിയിൽ കല്യാണോ അങ്ങനെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ ആ ടൈമിലൊന്നും ഞാൻ പോയില്ല. എനിക്ക് പോവാത്തെന്ന് വെച്ചാല് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുക, എന്റെ ആദ്യത്തെ ഹസ്ബൻഡ് അങ്ങനെയാ, രണ്ടാമത്തെ ഹസ്ബൻഡ് മീൻസ് എന്തായാലും സമൂഹത്തില് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ എന്തായാലും കുറ്റപ്പെടുത്തൽ ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും മാക്സിമം ആൾക്കാരുള്ള ഫംഗ്ഷനിൽ എടുത്തൊന്നും ഞാൻ പോയില്ല. അപ്പൊ ഉമ്മ ഇങ്ങനെ പറയുന്നത് എന്ത് പോവാതെ, അമ്മ എനിക്ക് ചോദിക്കുമ്പോൾ താങ്ങാൻ പറ്റില്ല. അവർക്ക് ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. എൻ്റെ ആദ്യത്തെ ഇങ്ങനെയാണ്, രണ്ടാമത്തെ ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്യണം എന്നാലും പറയാം നല്ല പാവം, എന്തിനാ അവൾ ആത്മഹത്യ ചെയ്ത് ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഇഷ്യൂല് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുത്തിയുള്ളൂ, ഗേൾസിനെ പ്രത്യേകിച്ച് ഒറ്റപ്പെടുത്തിയുള്ളൂ. അപ്പൊ വലിയൊരു ജീവിത ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അല്ലേ? അന്ന് ആ ഒരു ടൈമിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മരിക്കണം. ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി, അപ്പുറം ഹാപ്പി ഇല്ല സത്യം പറഞ്ഞാൽ. ഇന്ന് ഞാൻ ഭയങ്കര പ്രൗഡ്, എന്റെ കാര്യത്തിൽ തന്നെ ഭയങ്കര പ്രൗഡ്. ഇന്ന് അത്യാവശ്യം ഞാൻ ഏൺ ചെയ്തു നല്ല രീതിയിൽ എന്റെ മക്കളെ ഭാവിയിൽ എഡ്യൂക്കേഷൻ പോലെ. ഞാൻ ഇന്നിപ്പോ എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ മക്കള് ഒരാളെ മുമ്പിൽ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയും ഞാൻ 2 മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ചെറിയ കാലയളവിൻ്റെ ഉള്ളിൽ. അതാ പറഞ്ഞ ദൈവം എന്ന് പറയുന്ന ഒരു സംഭവം. നമ്മള് എന്താ പറയാ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു സൈഡ് ഉണ്ടാവും, സന്തോഷം. അന്ന് ഞാൻ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ദൈവം തരും, ഉറപ്പായിട്ടും. അത്രേ ഉള്ളൂ. അത് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെ, അത്രേ ഉള്ളൂ. അന്ന് സങ്കടപ്പെട്ടതിന് ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഈ സങ്കടങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കിയിട്ടുകൊണ്ടാണല്ലോ ആളുകളുടെ മുമ്പിൽ പോയി ചെയ്യാവുന്ന നമ്മള് ടിക്ടോക്ക് ആണെങ്കിൽ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഉദ്ഘാടന ഫംഗ്ഷൻ പോകുമ്പോൾ നമ്മൾ ഹാപ്പിയായ മുഖത്തോടി. ഞാൻ ഇതുവരെ അസ്ലമിനെ ഇങ്ങനെ കരഞ്ഞ മുഖം കണ്ടിട്ടില്ല. ഞാൻ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ ചിരിച്ചു. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും എനിക്ക് ഇത്രയും സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ്ലിയാണ് ഞാൻ ഇതൊക്കെ പറയാൻ തുടങ്ങി. ഇതുവരെ ഞാൻ എല്ലാം ഹൈഡാക്കി വെച്ചിട്ട് ഒന്നും ആരുടെ അടുത്ത് പറയലുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ റീസെന്റ് പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്റെ രണ്ടാമത്തെ ഹസ്ബൻഡ് പറഞ്ഞു അവള് ഫിലിമിലേക്ക് പോയപ്പോ അവളെ എന്നെ ഒഴിവാക്കിയതാണ്, അവൾക്ക് വേറെ അഫെയർ ഉണ്ട്, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോ ഞാൻ പിന്നെ എന്തിനിപ്പോ നമ്മളൊരു തെറ്റും ചെയ്യാണ്ട് നമ്മളെന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നു, വീണ്ടും എന്തിനു സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം, എന്താ ഓപ്പൺ ആയിട്ടുള്ള നമുക്ക് പറയാം. കാരണം അവരത് വേറെ എന്തൊക്കെയോ ഫേക്ക് ആക്കിയിട്ട് പറയുന്നു. അവളിപ്പോ വലിയ സെലിബ്രിറ്റി ആയപ്പോ എന്നെ ഒഴിവാക്കിയതാണ് അങ്ങനെ. പക്ഷെ അങ്ങനെയൊന്നല്ല നടന്നത്. ബഹ്റൈനിൽ ഈ ഒരു ഇഷ്യൂ നടന്ന് അതിന്റെ എല്ലാ പ്രൂഫും എന്റെ ഈ ഫോണിലുണ്ട്. അതിനുശേഷം ഞാൻ നാട്ടിലോട്ടേക്ക് വന്നത്. എല്ലാവർക്കും അറിയാം, എന്റെ ഫാമിലിക്ക് അറിയാം, അവരുടെ ഫാമിലിക്ക് അറിയാം സത്യാവസ്ഥ. ഇനിയിപ്പോ നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് പോകണം പിന്നീട് അല്ലേ? അതിനെപ്പറ്റി ഞാൻ ഇപ്പൊ ഒന്നും ചിന്തിക്കുന്നില്ല. വീട്ടുകാരൊക്കെ ആലോചിച്ച് ചെയ്യട്ടെ അല്ലേ? അതൊക്കെ അവര്. ഇപ്പൊ ജീവിതം എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പൊ എന്താ പറയണ്ടേ, ഇപ്പൊ പുറത്തുള്ളവർക്ക് ഭയങ്കര ഹാപ്പി. എല്ലാവരും വന്ന് സെൽഫി എടുക്കും സുവൈബത്തുൽ അസ്ലമിയിലെ വെച്ചിട്ട്. കാരണം എന്റെ പേര് ഒരാൾക്കും മീൻസ് ഞാനൊരു 10 പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ ഒരാൾക്ക് എന്റെ പേര് മനസ്സിലായി. ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഹലോ ഗൈസ് അസ്സലാമു അലൈക്കും ഇറ്റ്സ് മീ സുവൈബത്തുൽ അസ്ലമിയിലെ എന്ന് പറഞ്ഞിട്ട് വന്ന് സെൽഫി എടുക്കുമ്പോ ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. അന്ന് അപ്പൊ ഞാൻ വിചാരിക്കാം അന്ന് ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഇല്ല, മീൻസ് കുറച്ചു പേര് ഇങ്ങനെ സങ്കടം പറയും തീർന്ന്. പക്ഷെ ഇന്നെന്താ ഇപ്പൊ എന്റെ മക്കൾക്കൊക്കെ എന്താ പറയണ്ടേ
മീൻസ് അന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് മക്കൾ ആരും നോക്കാനുണ്ടാവില്ല. പിന്നെ അത്യാവശ്യം മക്കൾക്കൊക്കെ വേണ്ടി ഉണ്ടാക്കി വെച്ചു. അൽഹംദുലില്ലാ ഹാപ്പിയാണ്. ജീവിതം അവസാനിപ്പിക്കാൻ പോയെന്ന് പുനർജന്മമാണ് അതെ അതെ അല്ലെ? ആ പുനർജന്മം എന്റെ മോൾ ആ ഒറ്റ വിളിന്നാണ് ഞാൻ പിന്മാറിയത്. മോക്ക് അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? മോൾക്ക് അന്ന് 1 വയസ്സ്. ഒരു വയസ്സ്. ചെറിയ മോളാ. മമ്മീന്ന് അങ്ങനെ അങ്ങനെ തുടങ്ങുന്ന ആള് സംസാരിക്കാൻ. ഞാൻ ഇങ്ങനെ ഉറക്ക വാതിൽ അടച്ചിട്ട് വാഷ്റൂമിന്റെ വെയിൻ കെട്ടിയാൽ പോയതാ. അപ്പൊ ഈ മമ്മീന്ന് പറയാം. അവർക്ക് അറിയില്ല എന്താ ചെയ്യുന്നൊന്നും അറിയില്ല. പക്ഷെ കുട്ടികള് വാതിലടച്ചു കഴിഞ്ഞാൽ കരയൂലേ. അപ്പൊ ആ ഒറ്റ വിളിയില് പെട്ടെന്ന് എന്താ മൈൻഡ് മൊത്തം മാറി. പിന്നെ ഉമ്മ, ഉപ്പ, അക്കാക്ക, അനിയന് ഇവരെല്ലാം ഓർമ്മ. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡ് ഉണ്ടായത്. ആ ഫോട്ടോ വീഡിയോസ് കണ്ടപ്പോ അതെ അതെ ഒരാള് നമ്മളെ വിളിച്ചാൽ അതിൽ നമ്മൾ പിന്തിരിയുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഡെഫിനറ്റ്ലി അങ്ങനെയാണ് ഈ പോലീസും ഡോക്ടേഴ്സും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത്. ഒന്ന് നമ്മള് ആ ഒരു വീഡിയോ കണ്ടപ്പോ പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. പിന്നെ എനിക്ക് എന്നെ തന്നെ എന്റെ ഓർമ്മയുണ്ടായിരുന്നില്ല. എന്താ ഞാൻ ചെയ്യുന്നത് പോലെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്ന് എന്തൊക്കെയോ മൈൻഡ് മൊത്തം ഒരു ബ്ലാങ്ക് ആയി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ദുബായില് ശരിക്കും അറിയപ്പെടുന്ന ഒരു വലിയ താരമാണ് അല്ലെ? നമുക്കൊരു സിനിമ സെലിബ്രിറ്റി വരുന്നതും താങ്കൾ വരുന്നതും ഒക്കെ ഒരേപോലെ തന്നെയാണ് ഇപ്പൊ അല്ലെ? വലിയ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ അതേപോലെ ഒത്തിരി ഉദ്ഘാടനങ്ങൾ. ഒരുപാട് ഇനാഗ്രേഷൻ. ഞാനൊരു ഫുട്ബോൾ ടൂർണമെന്റ് ഇനാഗ്രേഷൻ ഞാൻ ഒരു വീഡിയോ കണ്ടു. അതൊരു ഗ്രൗണ്ടില് വലിയ 19.8 million ഞാനൊക്കെ കണ്ടു. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഫുട്ബോളുമായിട്ടൊരു ബന്ധമില്ലാത്ത ആളാണ്. അപ്പം അത്ര ആരാധകരുണ്ട്. അതുകൊണ്ടാണ് അത്രയും വലിയൊരു ഫംഗ്ഷനിൽ കൊണ്ടുപോകുന്നത് അല്ലെ? ഇപ്പം റേറ്റ് പറഞ്ഞാണ് മേടിക്കണേ ഈ ഇനാഗ്രേഷൻ ഒക്കെ. ഇനാഗ്രേഷൻ എത്ര രൂപ വാങ്ങുന്നത്? പറയണോ? അല്ല കൂട്ടി മേടിച്ചു തരാം. ഇന്റർവ്യൂ കാണുമ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട്. ഇവിടുത്തെ ഒരു സാധാരണ ഒരു ജോലി 5 മാസം 6 മാസമൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളേക്കാൾ അധികം എമൗണ്ട് ഞാൻ വാങ്ങിക്കുന്നുണ്ട്. അത് ഏത് മേഖല ജോലി ചെയ്യുന്ന ആൾക്കാർ? അപ്പൊ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നോർമൽ ആയിട്ടുള്ള ഒരു ആൾക്കാർ നമുക്കറിയാലോ, ഇവിടെ നോർമൽ എല്ലാവർക്കും അറിയാം സാലറി എത്ര. അതൊരു 5-6 മാസം ഒരു ജോബ് ചെയ്യുന്നത് ഞാൻ ഒരൊറ്റ പ്രൊമോഷൻ വാങ്ങിക്കുന്നുണ്ട് ഇപ്പൊ. ഒരു ദിവസം എത്ര പ്രൊമോഷൻ കിട്ടാറുണ്ട്? ഒരു ദിവസം അങ്ങനെ പറയാൻ പറ്റില്ല. മാസത്തിൽ എത്ര പ്രൊമോഷൻ ചെയ്യും? മാസത്തിൽ അത്യാവശ്യം ഉണ്ട്. 10 പ്രൊമോഷൻ. അതിലൊക്കെ അധികം പ്രൊമോഷൻസ് അതേ പറഞ്ഞു. ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ മക്കള് രണ്ടാൾക്കും ഭാവിയില് ഒരു MBBS അവർക്ക് എന്താവണം എനിക്കറിയില്ല, എഞ്ചിനീയർ എന്ത് ജോബ് ആണെങ്കിലും അത് അവർക്ക് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. 2 മക്കൾക്കും, നെനൂസിനും നിലൂസിനും. കുട്ടികളുടെ പേരിലാണോ കൊണ്ടെടുത്തിരിക്കുന്നത്? അതോ അതൊക്കെ ഇവിടെ പറയണം. അതൊന്നും ഞാൻ പറയില്ല. എങ്ങനെയാണ് മിസ് രണ്ടാക്കി ഉണ്ടാക്കി വെച്ചു. ഇനിയിപ്പോ വീട്ടിൽ അത്യാവശ്യം നല്ല ഫാമിലിയാണ്, വലിയ ഫാമിലിയാണ്. മീൻസ് അങ്ങനത്തെ പൈസേന് ബുദ്ധിമുട്ടൊന്നും ഉള്ള ഫാമിലിയൊന്നും അല്ല. അത്യാവശ്യം ഈ ദുബായില് ഇവിടെ മാത്രമേ നാട്ടിൽ ഇനാഗ്രേഷൻ കിട്ടാറുണ്ട്? നാട്ടിൽ ഇഷ്ടംപോലെ. നാട്ടിലൊക്കെ ഇപ്പൊ റീസെന്റ് നമ്മുടെ നാട്ടിൽ തന്നെ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒക്കെ ഇനാഗ്രേഷൻ ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. നാട്ടിൽ ഇനാഗ്രേഷൻ പ്രൊമോഷൻ ഒക്കെ വിളിക്കാറുണ്ട്. ഈ നമ്മുടെ ഒരു ഡ്രസ്സിംഗ് രീതി അല്ലെ, നമ്മളെ ഒരു സംസാര രീതി, നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്ന രീതി, ഇതൊക്കെ ഒരു മുസ്ലിം പെൺകുട്ടി എന്ന നിലയിൽ അല്ലെ വലിയ രീതിക്ക് സൈബർ അറ്റാക്ക് ഉണ്ടായി കാണും. മുസ്ലിം പെൺകുട്ടി എന്ന നിലയിൽ സാധാരണ എല്ലാവർക്കും മുസ്ലിം പെൺകുട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് അതെങ്ങനെയാണ് തരണം ചെയ്തു പോയത്? അതെന്ന് വെച്ചാല് ആദ്യം ഇൻസ്റ്റഗ്രാമിലായിരുന്നു ഞാൻ. ഇൻസ്റ്റഗ്രാമിൽ വെച്ചാൽ ഫുള്ള് തീ പറക്കുന്നതും ലവ്, മുത്തേ, കർലെ, ഈ പൊളിയാണ്, സംഭവമാണ്, ലേഡീസ് സൂപ്പർ സ്റ്റാർ, അങ്ങനത്തെ കമന്റ്സ് ഒക്കെ ഉണ്ടാവും ഇൻസ്റ്റഗ്രാമിൽ. ഫേസ്ബുക്കിലാണ് സഹിക്കാൻ പറ്റാത്ത കമന്റ് ഉണ്ടാവുക. അതേപോലെ തന്നെ ടിക്ടോക്കോ. ഈ 2 പ്ലാറ്റ്ഫോമിലാണ് വൺ അറ്റാക്ക്. പക്ഷെ എനിക്ക് അവരോടൊക്കെ ഭയങ്കര ഇഷ്ടം മാത്രമേ ഉള്ളൂ. കാരണം അവരാണ് എന്നെ വളർത്തിയത്. കാരണം അവര് നമ്മള് നെഗറ്റീവ് രീതിയിൽ ട്രോള് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പുറത്തുനിന്ന് നേരെ നമ്മളുടെ പ്രൊമോഷൻ ആയിക്കോട്ടെ, ഇനാഗ്രേഷൻ ആയിക്കോട്ടെ, ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നെങ്കിൽ അത് നേരെ ഡബിൾ മടങ്ങായിട്ട് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഇവിടെ ദുബായിൽ വന്ന് ഇറങ്ങിയപ്പോഴും ഇപ്പോ എന്റെ ചാർജ് എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. അന്ന് എനിക്ക് ട്രോൾ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ടിക്ടോക്ക് തുറന്നപ്പോ എനിക്ക് ആദ്യമായിട്ട് ട്രോള് വരാൻ തുടങ്ങിയത്. അപ്പോ അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. പിന്നെ ആർക്കാ, നിങ്ങൾക്കും ഉണ്ടല്ലോ ഇഷ്ടംപോലെ നെഗറ്റീവ്, എല്ലാവർക്കും ഉണ്ടാവും. ഒരു കുറച്ച് ഫെയിം ആവുമ്പോ എന്തായാലും ഈ എന്താ പറയാ, എന്തോ ഒരു ഇതുണ്ടല്ലോ, പഴഞ്ചൊല്ലുണ്ടല്ലോ, മാങ്ങയുടെ മാവിലെ കല്ലറിയുള്ളൂ. അത് എന്താ പറയാ, ചിലർക്ക് അങ്ങനെയാണ്. അസൂയ കുശുമ്പ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ട്. ഒരാൾ പെട്ടെന്ന് മേലോട്ട് പോകുമ്പോൾ തളർത്താൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നോക്കിയിരിക്കലുണ്ടാവും.